തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. എവിടെ? മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഭദ്രകാളിയെ വെച്ചാണ് കളിച്ചത്. ഭദ്രകാളിയെ വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിൻ്റെ വിവരം അറിയും. വിശ്വസിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഭദ്രകാളിയെ വെച്ച് നിങ്ങൾ കളിച്ചു, അതിനുള്ള ശിക്ഷ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും. നമസ്കാരം. അവസാനം കടകംപള്ളി സുരേന്ദ്രന് ദൈവം പണി കൊടുത്തു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടിക്കുന്ന ഹിന്ദു ദൈവങ്ങളെല്ലാം തന്നെ മിത്താണ് എന്ന് പറയുന്ന സഖാക്കന്മാർക്കെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ നോക്കി ഭദ്രകാളിയുടെയും അയ്യപ്പന്റെയും ശക്തി പറഞ്ഞുകൊണ്ട് പ്രാഗിയ കടകംപള്ളി സുരേന്ദ്രനെ അതിശയത്തോടു കൂടിയാണ് അന്ന് അണികൾ കണ്ടത്. ശക്തിയുള്ള ദേവിയാണ് എന്നും തന്നെ വേദനിപ്പിച്ചവർക്ക് അയ്യപ്പനും ഭദ്രകാളിയും ശിക്ഷ കൊടുക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ശാപം. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ കടകംപള്ളിയുടെ ശാപം ബൂമറാങ് പോലെ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടക്കമാണ് കഴക്കൂട്ടത്തെ സഖാക്കളുടെ പരസ്യമായ പ്രതികരണം. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുൻ മന്ത്രിയും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ മണ്ഡലത്തിൽ പരസ്യമായ ഫ്ലെക്സ് ബോർഡ് പ്രതിഷേധം ഉയരുകയാണ്. കുളത്തൂർ ജംഗ്ഷനിലാണ് കുളത്തൂർ സഖാക്കൾ എന്ന പേരിൽ കടകംപള്ളിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്ന മുദ്രാവാക്യത്തോടു കൂടിയുള്ള ഫ്ലെക്സുകൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തെരുവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ, പാർട്ടിയാണ് വേണ്ടത്, വ്യക്തികളല്ല എന്ന വരികൾ കടകംപള്ളിയുടെ ചിത്രത്തിനൊപ്പം തന്നെയാണ് ഫ്ലെക്സിൽ നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പ്രാദേശിക നേതൃത്വവും അണികളും കടകംപള്ളിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രംഗത്ത് വന്നതിന്റെ സൂചനയാണ് ഇത്. നേരത്തെ പാർട്ടി വിട്ടുപോയ ചിലരെ തിരികെ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗവും DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്യാം മോഹന്റെ ചിത്രവും ഫ്ലെക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ യുവരക്തത്തെ തഴയുന്നതിലും വ്യക്തി കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലുമുള്ള അമർഷമാണ് ഫ്ലെക്സിലൂടെ പുറത്തു വരുന്നത്. കടകംപള്ളിയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ തന്നെയാണ് മണ്ഡലത്തിലെ പരാജയത്തിന് കാരണം എന്ന വികാരം അണികൾക്കിടയിൽ ശക്തമാണ്. കുളത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന വിഭാഗീയത തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിരുന്നു. പരാജയപ്പെട്ടതോടുകൂടി ഈ ഗ്രൂപ്പ് പോരും മറ നീക്കി പുറത്തു വരികയാണ്. പാർട്ടിയുടെ നയങ്ങളെക്കാൾ കൂടുതൽ വ്യക്തി താല്പര്യങ്ങൾക്കും സാമ്പത്തിക ശക്തികൾക്കും കടകംപള്ളി സുരേന്ദ്രൻ മുൻഗണന നൽകുന്നു എന്നതാണ് സഖാക്കൾ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ പാർട്ടി കമ്മിറ്റികളിൽ കടുത്ത രീതിയിലുള്ള വിമർശനം ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ കടകംപള്ളിക്കെതിരെ അണികൾ തന്നെ രംഗത്തിറങ്ങിയത് CPM നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയേറ്റതിന് പിന്നാലെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് കുളത്തൂരിൽ നടക്കുന്നത്. സംഭവത്തിൽ പാർട്ടി ഔദ്യോഗികമായി ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ നടക്കാനിരിക്കെ ഇത്തരം ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കും. തോൽവിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ നേതൃമാറ്റം വേണം എന്ന വികാരമാണ് ഫ്ലെക്സ് ഉയർത്തുന്നത്.